6 പതിറ്റാണ്ട് കാലത്തെ ദ്രാവിഡിയൻ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് സിനിമ നടൻ വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്തിരിക്കുകയാണ്. കേവലം 2 വർഷം മുമ്പ് രൂപീകരിച്ച TVK എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ 108 MLA-മാരെ വിജയിപ്പിച്ചുകൊണ്ടാണ് വിജയ് അധികാരത്തിലെത്തുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരെയും മാധ്യമങ്ങളെയും അമ്പരപ്പിച്ചുകൊണ്ട് അധികാരത്തിലെത്തുന്ന വിജയിയുടെ വലിയ മുന്നേറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കേണ്ടതാണ്. ഇത്തരം മൂവ്മെൻറ്റുകൾ ലോകത്തിനും രാജ്യത്തിനും പരിചിതമാണ്. ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് മൂവ്മെൻറ്റായി വ്യവസ്ഥാപിതമായ മുഴുവൻ വ്യവസ്ഥകൾക്കെതിരെയും സംസാരിച്ചുകൊണ്ട് ലോകത്തും രാജ്യത്തും നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഉദയം ചെയ്തിട്ടുണ്ട്. ചിലർ വിജയിയുടെ വിജയത്തെ കേവലം ഒരു സിനിമാ നടൻ്റെ അല്ലെങ്കിൽ സിനിമാ രാഷ്ട്രീയത്തിൻ്റെ ഒരു അവതാരമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണെന്ന് തോന്നുന്നു. കമലഹാസൻ, രജനീകാന്തും ഇതേ മേഖലയിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ടവരാണ്. ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് മൂവ്മെൻറ്റുകളെ പോലെ തന്നെ നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് ഈ മൂവ്മെൻറ്റിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. തമിഴ് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു വാക്കും ശൂന്യത വരുന്നത് AIDMKയുടെ നേതാവായിരുന്ന ജയലളിതയുടെ നിര്യാണത്തോടു കൂടിയാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കഴിഞ്ഞ 10 വർഷമായി ഇതേ സ്പേസിൽ വരാൻ നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരുന്നു. BJPയുടെ മുഴുവൻ സോഴ്സും ഫോക്കസും ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലായിരുന്നു. IAS-കാരനായ അണ്ണാമലയെ ഇറക്കുകയും അണ്ണാമലയുടെ വിപ്ലവത്തെക്കുറിച്ച് ഗോദി മീഡിയകൾ വലിയ രീതിയിൽ പ്രചരണം നടത്തുകയും ഒരു ഘട്ടത്തിൽ പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ഒരു വ്യാജ ചെങ്കോൽ കഥയുണ്ടാക്കുകയും ആ ചെങ്കോൽ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ഇങ്ങനെ പല രീതിയിലും തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാൻ വേണ്ടി BJPയുടെ സാന്നിധ്യമുണ്ടാക്കാൻ വേണ്ടി അക്കൗണ്ട് തുറക്കാൻ വേണ്ടി പരമാവധി പരിശ്രമം നരേന്ദ്രമോദിയും അമിത്ഷയും BJPയും നടത്തിയിരുന്നു. TN രവി എന്ന ഗവർണർ തനിക്കാവുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളും അവിടെ നടത്തിയിരുന്നു. BJPക്ക് തമിഴ്നാട് കീഴടക്കാൻ സാധിച്ചില്ല. അണ്ണാമലൈ അവസാനം തൻ്റെ ദൗത്യം തന്നെ അവസാനിപ്പിച്ച് ആയുധം വെച്ച് കീഴടങ്ങുന്നതാണ് നാം കണ്ടത്. ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് മൂവ്മെൻറ്റിനെ വളരെ കൃത്യമായി മൊബിലൈസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതോടൊപ്പം തൻ്റെ ഫാൻ ബേസുകളെ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാസ് റൂട്ട് പ്രവർത്തനങ്ങൾ നടത്താൻ വിജയ്ക്ക് സാധിച്ചു. വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം മീഡിയകൾക്ക് ഇൻ്റർവ്യൂ നൽകുകയോ അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസ് നടത്തുകയോ ചെയ്തിട്ടില്ല. എന്നാൽ തൻ്റെ മെസ്സേജുകൾ വ്യവസ്ഥാപിതമായി ആളുകളിലേക്ക് എത്തിക്കാനുള്ള വലിയ ഒരു ടീം വിജയുടെ പിന്നിലുണ്ടായിരുന്നു. അവർ വിജയുടെ പ്രസംഗങ്ങളുടെ കട്ടുകൾ, മെസ്സേജുകൾ നിരന്തരമായി സർക്കുലേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. നിരന്തരമായി ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെയാണ് ജനമനസ്സുകൾ കീഴടക്കി ഒരു മാറ്റത്തിൻ്റെ വിസിലൂതാൻ വിജയ്ക്ക് സാധിച്ചത്. വിജയുടെ വോട്ടിൻ്റെ പാറ്റേൺ പരിശോധിച്ച അർബൻ മേഖലകളിൽ നിന്നാണ് വലിയ പിന്തുണ വിജയ്ക്ക് കിട്ടിയത്. 50% മുകളിലാണ് അർബൻ വോട്ടുകൾ. ഫീമെയിൽ വോട്ടുകൾ ഗണ്യമായി നേടാൻ 50%-ലധികം സ്ത്രീകളുടെ പിന്തുണ വിജയ്ക്ക് നേടാൻ സാധിച്ചു. ദ്രവീഡിയൻ രാഷ്ട്രീയത്തിൽ വളരാത്ത പുതുതലമുറയെ, ജെൻസി തലമുറയെ, 35 വയസ്സിന് താഴോട്ടുള്ളവരെ അഡ്രസ്സ് ചെയ്യാൻ, പുതിയ വോട്ടർമാരെ സ്വാധീനിക്കാൻ വിജയ്ക്ക് സാധിച്ചു. ഇത്തരം മൂവ്മെൻറ്റുകളുടെ ഒരു പ്രശ്നം ഐഡിയോളജിക്കൽ ബേസ് ഇല്ലാതെ, ആദർശപരമായ ഒരു അടിത്തറയില്ലാത്ത ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ത്യയിലെ സങ്കീർണമായ രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയുമോ? ലോങ് റണ്ണിൽ ഇത് വിജയിക്കാൻ സാധിക്കുമോ എന്ന് കാലവും ചരിത്രവും തെളിയിക്കേണ്ടതാണ്.